ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള മൂന്നാം T20 മത്സരമാണ് ഇന്നലെ ധരംശാലയിൽ വെച്ച് നടന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ആധികാരിക ജയമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 117-ന് ഓൾ ഔട്ട് ആവുകയും മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 15.4 ഓവറിൽ മത്സരം വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മത്സരത്തിലേക്ക് നമുക്ക് തുടർന്ന് വരാം. നിങ്ങൾ ഈ ചാനൽ ഒന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്ക് ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ തീരുമാനം ശരിയെന്ന വിധത്തിലായിരുന്നു ഇന്ത്യൻ ബോളർമാരുടെ ഇന്നലത്തെ പ്രകടനം. ആദ്യ ഓവറിൽ തന്നെ റീസ് ആൻഡ്രിക്സിനെയും 2ാം ഓവറിൽ ക്വിൻറ്റൻ ഡി കോക്കിനെയും പുറത്താക്കി അർഷ്ദീപ് സിംഗും അർഷിത് റാണയും സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഞെട്ടിച്ചു. പിന്നീട് വന്ന ഡിവാൽ ബ്രൂയിസിനെയും ട്രിസ്റ്റൻ സ്റ്റെപ്സിനെയും പെട്ടെന്ന് തന്നെ മടക്കിയതോടെ സൗത്ത് ആഫ്രിക്കയുടെ നില അത്യാവശ്യം പരുങ്ങലായി. അവർ ആദ്യ 7 ഓവറിൽ തന്നെ 30-4 എന്ന നിലയിൽ ചെറിയൊരു തകർച്ച നേരിട്ടു. എന്നാൽ 6ാം വിക്കറ്റിൽ ഫെരേരയെ കൂട്ടുപിടിച്ച് 25 റൺസിൻ്റെ പാർട്ണർഷിപ്പും 8ാം വിക്കറ്റിൽ 33 റൺസിൻ്റെ പാർട്ണർഷിപ്പ് നോക്കിയുമായി ചേർന്ന് എയ്ഡന്മാർക്ക് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് സൗത്ത് ആഫ്രിക്കൻ സ്കോർ 100 റൺസ് കടത്തിയത്. അങ്ങനെ 117 എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ പകുതി സ്കോറും എടുത്തത് എയ്ഡൻ മാർക്കമൻ തന്നെയായിരുന്നു. അദ്ദേഹം 41 ബോളിൽ 61 റൺസാണ്, 6 4ഉം 2 6ഉമാണ് ആ ഇന്നിങ്സിൽ നിന്ന് വന്നത്. വേണ്ടി കുൽദീപ് യാദവും അർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റ് വീതവും, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും ഇല്ലാതെ ഇറങ്ങിയ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിലും ഇന്ത്യൻ ബോളിങ് നന്നായി ബോൾ എറിഞ്ഞു. അവർ അധികം റൺസൊന്നും ഇട്ട് കൊടുക്കാതെ വിക്കറ്റൊക്കെ എടുക്കാൻ സാധിച്ചു എന്നത് ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒരു പക്ഷേ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ബോളിങ് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു തെളിയിച്ചൊരു മാച്ചും കൂടിയായിരുന്നു ഇന്നലത്തെ ധർമ്മശാലയിലെ മത്സരം. സൗത്ത് ആഫ്രിക്കയുടെ 118 എന്ന സ്കോർ ചേസ് ഇറങ്ങിയത് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും കൂടിയാണ്. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ 6 റൺ നടത്തി അഭിഷേക് ശർമ്മ തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. ആദ്യ വിക്കറ്റിൽ 20 കൂടി 60 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ബിൽഡ് ചെയ്തത്. അപ്പോൾ തന്നെ ഇന്ത്യയുടെ കയ്യിലായി കളി. പിന്നീട് അഭിഷേക് ശർമ്മയാണ് ആദ്യം പുറത്തായത്. 18 ബോളിൽ 35 റൺസ്, 3 4ഉം 3 6ഉം ആയിരുന്നു അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് വന്നത്. 2ാം വിക്കറ്റിൽ തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് 1 ഡൗൺ ആയിട്ട് തിലക് വർമ്മയാണ് വന്നത്. തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് 35 റൺസിൻ്റെ പാർട്ണർഷിപ്പും ശുഭ്മാൻ ഗില്ലും ഇവിടെയും കൂടി നേടിയതോടെ കളി ഇന്ത്യയുടെ കയ്യിലായി. ശുഭ്മാൻ ഗില്ല് നല്ലൊരു സെൻസിബിൾ ഇന്നിങ്സാണ് കളിച്ചത്. കാരണം 28 ബോളിൽ 28 റൺസാണ് ഇന്നലെ ഗില്ല് ഓപ്പണിംഗ് ഇറങ്ങിയത് കളിച്ചത്. ഒരു പക്ഷേ ആ ഒരു ലോവസ്റ്റ് സ്കോർ ചേസ് ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇന്നിങ്സിന് വലിയ പരിക്കേൽക്കാതെ വിമർശനങ്ങളൊന്നും അധികം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അത്രയും ചെറിയൊരു സ്കോർ ചേസ് ചെയ്യാൻ ആ ഒരു ഇന്നിങ്സ് കളിച്ചാലും മതിയാവും. പിന്നീട് സൂര്യകുമാർ യാദവ് വന്നു. സൂര്യകുമാർ യാദവിൻ്റെ മോശം ഫോം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 12 റൺസ്, അതായത് കളി പെട്ടെന്ന് ജയിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ സൂര്യകുമാർ യാദവും പോയി. പിന്നാലെ ശിവൻ ദൂബെയാണ് വന്നത്. ശിവൻ ദൂബെ അവസാനം ഒരു 6ഉം 4 അടിച്ച് കളി ഇന്ത്യക്ക് വേണ്ടി ജയിച്ചു. അങ്ങനെ ഈ പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിലെത്തി. അടുത്ത മത്സരം ലക്നൌവിലാണ്. 4ാം മത്സരം നടക്കുന്നത്. 4ാം T20 ബുധനാഴ്ചയാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.